താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണേ, പ്രൈസർ ഫാമിലിയിൽ നിന്ന്. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനിൽ നിന്ന് കേൾക്കാവുന്ന ഏറ്റവും ശക്തവും സമകാലിക പ്രസക്തിയുള്ളതുമായ വാക്കുകൾ, ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് ഭവിച്ചു. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം. അതെ, അതൊരു വാക്യം മാത്രമല്ല, യോബിന്റെ നിലവിളിയുടെ ശബ്ദം മാത്രമല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും പറഞ്ഞ് 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 പലപ്പോഴും പഴകിപ്പോയ വാക്കുകളാണ്. അതേ, ഞാൻ ഭയപ്പെട്ടത്, ഞാൻ പേടിച്ചത് എൻ്റെ ജീവിതത്തിൽ ഇതാ സംഭവിച്ചിരിക്കുന്നു. അതല്ലേ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഭയപ്പെട്ടതുപോലെ തന്നെ സംഭവിച്ചു. ആ ജോലി എനിക്കിതാ നഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്കറിയാമായിരുന്നു. പ്രശ്നം തുടങ്ങിയപ്പോൾ തന്നെ, ചിലർ അതിനകത്ത് വന്നപ്പോൾ തന്നെ, ആ വന്നവരിൽ പലരെയും നീയാണ് കൊണ്ടുപോയത്. സഹായിക്കുവാൻ ശ്രമിച്ചു. പലർക്കും ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് കരുതി ഇന്ന് നിന്റെ ജീവിതം തന്നെ തുലാസിൻ്റെ തട്ടിലാടിക്കൊണ്ടിരിക്കുന്നു. പലരെയും അതിനകത്തേക്ക് വിളിച്ചു കയറ്റി അവർ നിനക്ക് പുറത്തേക്കുള്ള പാസ് അടിച്ചു തന്നു. കയറി ചില നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞതാ, ഇത് എനിക്ക് പണിയാകും. പക്ഷേ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ. അവർ ചില സ്ഥാനങ്ങളെ അവകാശമാക്കി, ചില പുതിയ കൂട്ടുകെട്ടുകളെ ഉണ്ടാക്കി, നിനക്ക് പറിച്ചെറിഞ്ഞു കളയുവാൻ കഴിയാത്ത വിധത്തിൽ ആ ജോലി സ്ഥലത്ത് അവർ വളർന്നു. നിന്റെ ശത്രു വളർന്നു. നീ ഭയപ്പെട്ടു. അത് തന്നെ സംഭവിച്ചു. ജോലിയില്ലാത്തവനായി, ജോലി നഷ്ടപ്പെടേണ്ട വക്കിൽ, ശമ്പളം കിട്ടുന്നില്ല. കിട്ടുന്നത് തന്നെ ശമ്പളം തരുമ്പോഴുണ്ടാകുന്ന വാക്കുകൾ, എങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോടാ എന്ന നിലയിലുള്ള പെരുമാറ്റം. ഇന്നലകളിൽ സ്നേഹത്തോടെ ആയിരുന്നവരൊക്കെ ശത്രുക്കളെ പോലെ ആയിരിക്കുന്നു. അയ്യോ, ഭയപ്പെട്ടത് തന്നെ 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 അത് തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അല്ലേ സഹോദരി, ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. എനിക്ക് അന്നേ സംശയം ഉണ്ടായിരുന്നു. എൻ്റെ ഭർത്താവ് മാറി നിന്ന് ഫോൺ വിളിക്കാൻ തുടങ്ങിയപ്പോൾ, എന്നെ കാണുമ്പോൾ ഒച്ച താഴ്ത്താൻ തുടങ്ങിയപ്പോൾ, ഫോണിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. പലരുടെയും ജീവിതം കണ്ട് ഞാൻ പേടിച്ചിരുന്നതാ. എന്നാൽ ഇതാ ആ ദുർഭൂതം എന്നെയും പിടിച്ചിരിക്കുന്നു. എൻ്റെ കുടുംബവും തകർന്നു പോയിരിക്കുന്നു. എൻ്റെ ഭർത്താവ്, അവൻ്റെ ജീവിതത്തിൽ താനല്ലാതെ മറ്റൊരു സ്ത്രീ കടന്നു വന്നിരിക്കുന്നു. തന്നെക്കാൾ പ്രാധാന്യമുള്ള ചിലർ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നു. അയ്യോ, ഭയപ്പെട്ടത് സംഭവിച്ചു. ഭയന്നത് തന്നെ സംഭവിച്ചു. അല്ലേ സഹോദര, നീ ഭയന്നത്, നീ കണക്കുകൂട്ടി, അതേ ഈ പോക്കാണെങ്കിൽ ശരിയാകത്തില്ല, ശരിയാക്കുവാൻ വേണ്ടി ശ്രമിച്ചു, എന്നിട്ടും ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. ഭയന്നത് സംഭവിച്ചു. ഭാര്യയുടെ വീട്ടിലേക്ക് പോയിരിക്കുന്നു, തിരികെ വരുന്നില്ല. സ്നേഹത്തോടെ വിളിക്കുന്നുണ്ട്, കോപത്തോടെ സംസാരിക്കുന്നുണ്ട്, മധ്യസ്ഥന്മാരെ ഇറക്കുന്നുണ്ട്. ആരുടെയും വാക്കുകൾക്ക് ഫലം ചെയ്യുവാൻ കഴിയാത്ത വിധത്തിൽ ഭാര്യ അകന്നു പോയിരിക്കുന്നു. ഇന്നലകളിൽ നീ ഭയപ്പെട്ടത് പലരും നിന്നോട് പറഞ്ഞു തന്നു. അതേ, കൈവിട്ട കളിയാണ്, കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നീ ഭയന്നു, അത് തന്നെ സംഭവിച്ചു. അല്ലേ മാതാവേ, മക്കളുടെ ജീവിതത്തിൽ എന്തോ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, എന്തോ ഉണ്ട്, സംതിങ്. പക്ഷെ ഇന്നത് തിരിച്ചറിയുവാൻ കഴിയുന്നു. ഭയപ്പെട്ടത് സംഭവിച്ചു. അവർ മദ്യപിക്കുന്നു, അവർക്ക് മോശം കൂട്ടുകെട്ടുകളുണ്ട്. അവരുടെ സ്വഭാവ വൈകൃതത്തിന് അടിമകളായി തീർന്നിരിക്കുന്നു. പറയുവാൻ പാടില്ലാത്തത് പറയുന്നു, ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്യുന്നു. അവരുടെ നോട്ടം ശരിയല്ല. ചില അമ്മമാർ കരയുന്നുണ്ട്, മക്കളുടെ നോട്ടം ശരിയല്ല, അവരുടെ വാക്കുകൾ ശരിയല്ല, അവരുടെ പ്രവൃത്തികൾ ശരിയല്ല. തനിക്കൊപ്പം വളർന്ന തലമുറകളെ താനെന്ന് വിളിക്കേണ്ട അപ്പനും അമ്മയും ഭയപ്പെട്ട് മാറി നിൽക്കേണ്ടി വരുന്നു. തനിക്കൊപ്പം വളർന്നവർ തന്നെ കൈവയ്ക്കുമോ എന്ന് ഭയന്ന്. അവരുടെ പ്രവൃത്തി ശരിയല്ല, വായിൽ നിന്ന് വരുന്ന മണം ശരിയല്ല, അവർ ഉപയോഗിക്കുവാൻ പാടില്ലാത്തത് ഉപയോഗിക്കുന്നു. ഞാൻ വിചാരിച്ചതുപോലെയൊന്നുമല്ല. അവരുടെ നല്ല സ്വഭാവമെല്ലാം നഷ്ടപ്പെട്ടു പോയി.
അവർ ഈ ലോകത്തിൽ പിടിക്കപ്പെട്ടു പോയി. ഞാൻ ഭയപ്പെട്ടത് അനേക കുഞ്ഞുങ്ങൾ ദേശത്തിൽ നശിച്ചു പോകുന്നത് കണ്ട് എൻ്റെ തലമുറകളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് ഞാൻ ഭയപ്പെട്ടത്, അതുതന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. എന്താണോ ഞാൻ ഭയപ്പെട്ടത് അതുതാ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നു. അവരും ജോലിയില്ലാതെ വീട്ടിനകത്തിരിക്കുന്നു, പഠനം പൂർത്തിയാക്കുവാൻ കഴിയാതെ അവരും വീട്ടിനകത്തിരിക്കുന്നു. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നില്ല, വാഗ്ദത്തങ്ങൾ അവർക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയുന്നില്ല. ഭയപ്പെട്ടത് തന്നെ. ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യുവാനില്ല. ഡോക്ടർമാർ പറഞ്ഞു കഴിഞ്ഞു. പലരിൽ നിന്നും കേട്ടതാണ്. ഒത്തിരി പേരുടെ ജീവിതത്തിൽ നീ കടന്നുപോയ ആ രോഗാവസ്ഥ അതവരെ നശിപ്പിച്ചു കളഞ്ഞു, പലരെയും മരിപ്പിച്ചു കളഞ്ഞു, പലരെയും തീരാ രോഗികളും കടക്കാരും നിരാശയും വേദനയും ദുഃഖവും മാത്രവും അനുഭവിക്കുന്നവരുമാക്കി മാറ്റി. നീ ഭയപ്പെട്ടു, ദുരിതം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുമോ? ഭയപ്പെട്ടത് സംഭവിച്ചിരിക്കുന്നു. ഡോക്ടർമാർ കൈവിട്ടു. എല്ലാവരും പറയുന്നു ഇനി രക്ഷപ്പെടത്തില്ല, ഇനി ഒരു സാധ്യതയുമില്ല. ഈ രോഗത്തിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തില്ല. കൊറോണ വന്നപ്പോൾ, സാമ്പത്തിക മാന്ദ്യം കടന്നു വന്നപ്പോൾ പല സ്ഥാപനങ്ങളിൽ പ്രശ്നങ്ങൾ കടന്നു വന്നു. അപ്പോൾ അവിടെ കടന്നു വരുന്നത് എൻ്റെ സ്ഥാപനത്തിൽ കടന്നു വരുമോ? നന്നായി പോയിക്കൊണ്ടിരുന്നതാ, കടന്നു വരുമോ? എൻ്റെ സ്ഥാപനം നശിച്ചു പോകുമോ? എൻ്റെ സ്ഥാപനം ഭയന്നു. ഞാൻ കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമോ? നിന്നയായി തീരുമോ? അയ്യോ, ഭയന്നത് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈബിൾ വാക്യം അല്ലെങ്കിൽ യോബിൻ്റെ വാക്കുകൾ മാത്രമല്ല. എന്നെ കേൾക്കുന്ന നിങ്ങൾ പലരും പറഞ്ഞ് പഴകിയ ജീവിത യാഥാർത്ഥ്യമത്രേ. യോബിന്റെ പുസ്തകം 3-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഞാൻ പേടിച്ചത് തന്നെ എനിക്ക് നേരിട്ടു, ഞാൻ ഭയപ്പെട്ടിരുന്നത് എനിക്ക് ഭവിച്ചു. എല്ലാ നിലകളിലും അനുഗ്രഹിക്കപ്പെട്ടവനായി വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്ന യോബിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ദുർവിധിയുടെ കാരണം യോബ് പറയുകയാണ്, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു. അപ്പോൾ യോബിന്റെ ജീവിതത്തിലേക്ക് തകർച്ച കടന്നു വന്നത്, എല്ലാം നഷ്ടപ്പെട്ടവനായി യോബ് തീർന്നത് കാരണം ലോകത്തിന് മനസ്സിലായില്ലെങ്കിലും യോബിന് മനസ്സിലാകുന്നുണ്ട്. യോബ് പറയുന്നു, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു, ഞാൻ പേടിച്ചത് തന്നെ എതിരേറ്റു, ഞാൻ ഭയപ്പെട്ടതുപോലെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. സംഭവിച്ച പരിതാപകരമായ യാഥാർത്ഥ്യത്തിൽ യോബ് തൻ്റെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതായി നമുക്കവിടെ കാണുവാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇങ്ങനെ തന്നെ, ഈ തകർച്ചയിൽ തന്നെ, ഈ കഷ്ടതയിൽ തന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരും. എന്നാൽ യോബ് അങ്ങനെയല്ല. അവൻ ഭക്തനായതുകൊണ്ട് അതിനെ തിരികെ പിടിക്കുകയാണ്. ഭയന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ യോബ് തിരികെ പിടിക്കുകയാണ്. അപ്പോൾ ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ ധ്യാനിക്കുവാൻ പോകുന്നത് തിരികെ പിടിക്കുവാൻ പോവുകയാണ്. യോബിനെ പോലെ യോബ് എങ്ങനെയാണോ തിരികെ പിടിച്ചത് അതേ നിലയിൽ തന്നെ ഭയന്ന് നഷ്ടപ്പെട്ടു പോയതൊക്കെ നിങ്ങൾ തിരികെ പിടിക്കുവാൻ പോകുക. റെഡിയാണോ തിരികെ പിടിക്കുവാൻ? ഒരിക്കലൊരു മാതാവ് വളരെ ഭാരത്തോടെ, വളരെ വേദനയോടെ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ചു. തൻ്റെ വിങ്ങുന്ന, തന്നെ വേദനപ്പെടുത്തുന്ന, നിരാശപ്പെടുത്തുന്ന ആ പ്രാർത്ഥനാ വിഷയം പങ്കുവച്ചു. അമ്മയുടെ പ്രാർത്ഥനാ വിഷയം ഇതാണ്, ദൈവദാസനെ, എനിക്കൊരു മകനുണ്ട്. ഞാൻ പറഞ്ഞു, സന്തോഷം. അവൻ +1 പഠിക്കുന്നു. സന്തോഷം, നല്ലത്, പഠിക്കുന്നുണ്ടല്ലോ, സന്തോഷമായിരുന്നു ദൈവദാസനെ. എന്നാൽ ഇപ്പോൾ ഞാൻ സന്തോഷവതിയല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായേ ആ മകനെക്കുറിച്ചുള്ള വേദനയായിരിക്കാം ഒരുപക്ഷെ പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയമായി അറിയിക്കുവാൻ ഉള്ളത്. അമ്മ പറഞ്ഞു, അത് തന്നെ ദൈവദാസനെ. ഞാൻ പറഞ്ഞു, പറയൂ അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളുടെ തലമുറയിലായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരും. പുറത്ത് വരണം, പുറത്ത് അവനെ കൊണ്ടുവരണം ദൈവദാസനെ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, പറയൂ അമ്മേ, നമുക്ക് പ്രാർത്ഥിക്കാം. ആ മാതാവ് പറഞ്ഞു തുടങ്ങി, ദൈവദാസനെ, ഇപ്പോൾ ചില മാസങ്ങളായി എൻ്റെ മകൻ ശംഭു എന്ന് പറയുന്ന ഒരു സാധനം അവൻ്റെ ചുണ്ടിൻ്റെ ഇടയിൽ വയ്ക്കുന്നു. ശംഭു എന്ന് പറയുന്ന ഒരു സാധനം. അമ്മ വളരെ വേദനയോടെ പറയുകയാണ്. ഒരുപക്ഷെ ചിലർക്കൊക്കെ ചിരിയായിരിക്കാം, എന്നാൽ ഒരു അമ്മയ്ക്ക് ആ വേദന അറിയത്തുള്ളൂ. താൻ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് അറ്റുനോറ്റ് വളർത്തി വലുതാക്കിയ തൻ്റെ കുഞ്ഞുമക്കൾ ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് കാരണമാകുന്ന ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഓരോ അമ്മമാരുടെ ഹൃദയം തകർന്നു പോകും. അങ്ങനെ ഹൃദയം തകർന്നായിരിക്കുന്ന ഒരുപാട് അമ്മമാർ എന്നെ കേൾക്കുന്നുണ്ട്. മാതാവേ, നിന്റെ കണ്ണുനീരിൽ ഇന്ന് എൻ്റെ കർത്താവ് അറുതി വരുത്തുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അമ്മേ, നിന്റെ കണ്ണുനീരിന് അറുതി വരുവാൻ പോകുക. നീ നോക്കി വളർത്തിയ, കൈ വളരുന്നു, കാല് വളരുന്നു, നോക്കി വളർത്തിയ നിന്റെ മക്കൾ
അവരെക്കുറിച്ച് ഓർത്ത് നീ ഇനി വിലപിക്കുവാൻ, നീ ഇനി നിരാശപ്പെടുവാൻ, നീ ഇനി വേദനപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. അതേ, എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ഓ അമേൻ. ആ അമ്മ സങ്കടത്തോടെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മയെ പ്രാർത്ഥിക്കാം. ആ അമ്മ പറഞ്ഞു, പോരാ ദേവദാസനെ, പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ എൻ്റെ മോനുമായിട്ട് സംസാരിക്കണം. ഞാൻ അല്പം ഒരു ശങ്കയോടെ പറഞ്ഞു, അമ്മേ, ഞാൻ സംസാരിച്ചാൽ അവർ കേൾക്കുവാൻ തയ്യാറാവും. കാരണം ഇന്നത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ്, നമ്മൾ ആരും പറഞ്ഞാൽ കേൾക്കത്തില്ല. എന്നാൽ അവർ സന്തോഷത്തോടെ പറഞ്ഞു, അങ്ങനെയല്ല ദേവദാസനെ, അവൻ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ അടുത്ത ദിവസം TV ചാനൽ മാറ്റി പോയപ്പോൾ നിങ്ങളുടെ പ്രസംഗം നടക്കുകയായിരുന്നു, അത് കേട്ടോണ്ടിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ വിളിക്കുവാൻ കാരണം. കൊള്ളാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ശരി അമ്മേ, ഞങ്ങൾ വന്ന് മോനോട് സംസാരിക്കാം. അപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, ഞാൻ മോനുമായിട്ട് വീട്ടിൽ വരാം. കാരണം മറ്റൊന്നുമല്ല, ആ മകൻ്റെ അപ്പന്, ആ അമ്മയുടെ ഭർത്താവിന് ഇത് അറിയത്തില്ല. അറിഞ്ഞാൽ അദ്ദേഹം തകർന്നു പോകും. അത്രമാത്രം പ്രതീക്ഷകളല്ലേ, അല്ലേ, തകർന്നു പോകും. അപ്പോൾ ആ അമ്മയും മകനുമായിട്ട് വീട്ടിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഒത്തിരി ആ അമ്മ സംസാരിച്ചു. ആ മകനുമായിട്ട് ഞാൻ സംസാരിക്കുവാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മകൻ പറഞ്ഞു, അങ്കിളെ, ഈ അമ്മ പറയുന്നത് പോലെ അല്ല കാര്യങ്ങൾ. അങ്കിളിന് അറിയാമോ, ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ സമയം മുതൽ എപ്പോഴും ഈ അമ്മ, ഞാൻ വെളിയിൽ പോയിട്ട്, ഞാൻ സ്കൂളിൽ നിന്ന് വന്നാൽ, കളി കഴിഞ്ഞ് വന്നാൽ എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ചുറ്റി നടക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനിനി കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വീഴുകയോ അടിയുണ്ടാക്കിയോ മറ്റോ ഒക്കെ വരുന്നോ എന്നറിയാനായിരിക്കും. എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ അങ്ങനെ മണം പിടിക്കാൻ തുടങ്ങി, ഒരുമാതിരി പോലീസ് പട്ടികളെ പോലെ. അപ്പോൾ എനിക്കൊരു സംശയം വരുവാൻ തുടങ്ങി. അപ്പോൾ ദൈവദാസനെ, ഞാൻ അമ്മയോട് ദേഷ്യപ്പെട്ടു. അപ്പോൾ അമ്മ പറയുക, അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ചുണ്ടിൻ്റെ ഇടയിലും വെച്ചുകൊണ്ട് ഓരോ പിള്ളേർ ഇരിപ്പുണ്ട്, അതുപോലെ വല്ലതും വച്ചിട്ടുണ്ടോ എന്ന് അറിയാനാ ചെറുക്കാ എന്ന് പറഞ്ഞു എൻ്റെ ചുണ്ടിനെ പിടിച്ചു വലിച്ചു. മകനങ്ങ് സങ്കടം വന്നു. എൻ്റെ അമ്മ എൻ്റെ ചുണ്ടിനെ അങ്ങനെ പിടിച്ചു വലിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല, പക്ഷേ എൻ്റെ അമ്മയ്ക്ക് എന്നെ ഒട്ടും വിശ്വാസമില്ല. എൻ്റെ കൂട്ടുകാരൊക്കെ അങ്ങനെയാണെങ്കിലേ എനിക്കറിയാം, എൻ്റെ ദേശത്തിലുള്ള ആൾക്കാരൊക്കെ അങ്ങനെയാണ് എനിക്കറിയാം, പക്ഷേ ഞാൻ അങ്ങനെയല്ലായിരുന്നു. എന്നാൽ എന്നും എൻ്റെ അമ്മയ്ക്ക് ഇത് തന്നെയാണ്. അമ്മ ഉടനെ ഇടയ്ക്ക് കയറി പറഞ്ഞു, ദേവദാസനെ, നിങ്ങൾക്ക് അറിയത്തില്ല, അവൻ്റെ പ്രായമുള്ളവർ, അവൻ്റെ പ്രായത്തിനേക്കാൾ കുറഞ്ഞവർ അപ്പുറത്തും ഇപ്പുറത്തും ഞങ്ങൾ കാണുന്നതാ. ഈ ഇടയ്ക്ക് പോലും ഒരാൾ ക്യാൻസർ വന്നു മരണപ്പെട്ടു പോയി. എനിക്ക് വേദനയില്ലേ? ശരിയാണ്, ഒരു അമ്മയ്ക്ക് വേദന ഉണ്ടാകും. വേദന ഉണ്ടാകും. വേദന ഉണ്ടാകുന്നത് കൊണ്ടാണ് അവളെ അമ്മ എന്ന് വിളിക്കാൻ പറ്റുന്നേ. അപ്പോൾ ആ മകൻ പറഞ്ഞു, ഈ വേദന തന്നെ ആങ്കിളെ, ഇതിങ്ങനെ കേട്ട് അമ്മയുടെ സ്വഭാവം കണ്ട് ഞാൻ മനസ്സ് പടുത്ത് ഞാൻ ചുണ്ടിൻ്റെ ഇടയിൽ കുത്തിക്കയറ്റി വയ്ക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, എടാ മോനെ, നീ ഒരരിശത്തിന് എടുത്തു ചാടിയത് കിണറ്റില്ല, 1000 വർഷത്തിന് നിനക്ക് ഇതിൽ നിന്ന് തിരിച്ചു കയറാൻ പറ്റത്തില്ല, അറിയാമോ? അപ്പോൾ ആ മകൻ പറഞ്ഞു, അറിയാം അങ്കിളെ, ചില മാസങ്ങളെ ആയുള്ളൂ, എനിക്കിപ്പോൾ ആഗ്രഹിച്ചാലും നിർത്താൻ പറ്റുന്നില്ല. അതിൻ്റെ സ്മെല്ല് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കാൻ പോലും പറ്റുന്നില്ല, ചുരുക്കം ചില മാസങ്ങൾ കൊണ്ട്. ഞാൻ പറഞ്ഞു, മോനെ, പ്രാർത്ഥിക്കാം. ആ മകൻ പറഞ്ഞത് കേട്ടപ്പോൾ അമ്മയ്ക്ക് സങ്കടമായി. എൻ്റെ ഭയം, എൻ്റെ പേടി. ഞാൻ പറഞ്ഞു, അത് തന്നെ, നിൻ്റെ ഭയം, നിൻ്റെ പേടി, ലോകത്തെ നോക്കി നിൻ്റെ തലമുറയെ വിലയിരുത്തൽ ഇതാ ദുരന്തമായി മാറിയിരിക്കുന്നു. ആ അമ്മ കണ്ണുനീരോടെ വീണ്ടും ചോദിച്ചു, ദേവദാസനെ, ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ മകനെ പഴയതുപോലെ വേണം. ആ മകൻ കണ്ണുനീരോടെ പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. യോബിനെ ആ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നു. ആ അമ്മയെപ്പോലെ യോബ് നിലവിളിക്കുകയാണ്. ഞാൻ ഭയപ്പെട്ടത് തന്നെ എനിക്ക് സംഭവിച്ചു, ഞാൻ പേടിച്ചത് എനിക്ക് നേരിട്ടു. എങ്ങനെയാണ് യോബ് നഷ്ടപ്പെട്ടതിനൊക്കെ തിരികെ പിടിച്ചത്? ഞാൻ യോബിൻ്റെ ജീവിതവുമായി അവരുടെ മുമ്പിലിരുന്നു. കുറച്ചു നേരം അവരോട് സംസാരിച്ചു. യോബിനെ തിരികെ പ്രാപിക്കുവാൻ കാരണമാക്കിയ ആ വചനത്തെ മാതാവിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ആ വചനം വച്ച് പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. യോബിൻ്റെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യം, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എൻ്റെ സ്വന്തം കണ്ണ് അവനെ കാണും. ഒരുപക്ഷെ ഈ വാക്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു വൈക്ലഭ്യമൊക്കെ തോന്നാം. കാരണം ഈ വാക്യത്തിന് എന്താണ് പ്രത്യേകതയുണ്ട്. എല്ലാം നഷ്ടപ്പെട്ടവനായി തീർന്ന യോബ് ഭയപ്പെട്ടതുപോലെ തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു എന്ന് പറയുന്നു. തുടർന്ന് യോബ് ഓട്ട് കഷ്ണം കൊണ്ട് തൻ്റെ ശരീരം ദ്രവിച്ച് തുടങ്ങിയ തൻ്റെ ശരീരത്തെ ചുരണ്ടിക്കളഞ്ഞ് ജീവിക്കുന്നവനായിരുന്നു. ശരീരം, മാംസം മുഴുവനും ദ്രവിച്ചു പോയിക്കൊണ്ടിരുന്ന അവസ്ഥ. ആ അവസ്ഥയിലൂടെയാണ് യോബ് കടന്നുപോയത്. പുഴുത്ത് നാറുന്ന വ്രണം, സ്വന്തം ഭാര്യയ്ക്ക് പോലും അടുത്ത് വരുവാൻ കഴിയാത്ത വിധത്തിൽ യോബിൻ്റെ ശരീരം വ്രണമായി തീർന്നു. ആ വ്രണത്തെയാണ് ഓട്ട് കഷ്ണം കൊണ്ട് യോബ് ചീന്തിക്കളഞ്ഞുകൊണ്ടിരുന്നത്. ഒരുപക്ഷെ ഇന്ന് ഇത് നിങ്ങൾക്ക് പുതുമയല്ലായിരിക്കാം. ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാലുകളിലൊക്കെ വരുന്ന മുറിവ്, അതിനെന്താണ് പ്രതിവിധി? ഉണങ്ങാത്ത മുറിവുകൾ ചീന്തിക്കളയപ്പെടുന്നു. കീറി അവയവം വിരൽ പോകുന്നു,
കാൽപ്പാത്തി പോകുന്നു, മുട്ടിന് താഴെ വെച്ച് മുറിക്കുന്നു, തുടയിലെ അടുക്കൽ വെച്ച് മുറിക്കുന്നു, പിന്നെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ശരീരം മുഴുവൻ ചുരണ്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഇയ്യോബ് പറയുകയാണ്, ഞാൻ തന്നെ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണും. ഈ നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ശരീരത്തിൽ കണ്ണിനെയും അത് ബാധിച്ചിരിക്കാം, ആ കണ്ണുകൊണ്ട് തന്നെ ഞാൻ കാണും. ഒരു വശത്ത് ഭയന്ന് എല്ലാം നഷ്ടപ്പെടുത്തി, ആ ഭയപ്പാടിന് മധ്യത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ഓർത്ത് വിലപിച്ചു കൊണ്ടിരിക്കാതെ ഇയ്യോബ് പറയുകയാണ്, ഞാൻ തന്നെ എൻ്റെ ദൈവത്തെ കാണും. അർത്ഥം, ദൈവം എനിക്ക് തന്നതെല്ലാം അപ്പോൾ വീണ്ടും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവത്തെ ഞാൻ കാണുമ്പോൾ, ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും, ഇയ്യോബിൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്തതല്ലാതെ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇയ്യോബ് ഭക്തനായിരുന്നു. ഭക്തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് മുഴുവനും ഉത്തരവാദി ദൈവമാണ്. അത് നന്മയായാലും തിന്മയായാലും. തിന്മയാണെങ്കിൽ അതിനെ ദൈവം നന്മയ്ക്കാക്കി മാറ്റും. നന്മയാണെങ്കിൽ നിനക്ക് ദൈവത്തെ സ്തുതിക്കുവാനുള്ള മുഖാന്തരം തരും, ഭയപ്പെടാതിരിക്കുന്നിടത്തോളം. അപ്പോൾ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ എല്ലാ നന്മയും ദൈവമാണ് കൊടുത്തത്. അനുഗ്രഹിക്കപ്പെട്ട മക്കളെ കൊടുത്തു, അനുഗ്രഹിക്കപ്പെട്ട ഭാര്യയെ കൊടുത്തു, സഹോദരങ്ങളെ കൊടുത്തു, സമ്പത്ത് കൊടുത്തു, കടലിൽ സമ്പത്ത് കൊടുത്തു, കരയിൽ സമ്പത്ത് കൊടുത്തു. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഊസ് ദേശത്തിലെങ്ങും പേരുള്ളവനായി ഇയ്യോബ് മാറി. എല്ലാവരും അറിയപ്പെടുന്ന പ്രമാണിയായി, ധനാഢ്യനായി ഇയ്യോബ് മാറി. അങ്ങനെ ഇയ്യോബിൻ്റെ അടുക്കൽ മക്കൾ വരുമ്പോൾ നിങ്ങളത് ചിന്തിച്ചേ, ഇയ്യോബ് ഇങ്ങനെ ആയിരിക്കണം ആ മക്കളെ എതിരേറ്റത്. സന്തോഷത്തോടെ ഇയ്യോബ് മക്കളുടെ അടുക്കൽ പോയി മക്കളെ നോക്കി, കൊള്ളാം, നിങ്ങൾ സന്തോഷമായിരിക്കുന്നുവല്ലോ, വരൂ മക്കളെ, നമുക്ക് അത്താഴത്തിന് ഇരിക്കുന്നതിന് മുമ്പേ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയ്ക്കായി കൊണ്ടിരുത്തി തൻ്റെ മക്കൾക്ക് വേണ്ടി ഇയ്യോബ് യാഗം കഴിച്ചു. അവരുടെ പാപങ്ങളെയൊക്കെ ആ ദൈവസന്നിധിയിൽ ഉപേക്ഷിപ്പിച്ചു കളഞ്ഞു. അതെ, യാഗം കഴിച്ച് പാപത്തെ ഉപേക്ഷിപ്പിച്ചു. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, അതെ മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ അവർക്ക് വേണ്ടി സന്ധ്യയിൽ പ്രാർത്ഥിക്കുകയും അവരുടെ പാപ പരിഹാരത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക. കർത്താവിൻ്റെ സന്നിധിയിൽ അവരുടെ കുറവുകളെ ഏറ്റുപറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. തുടർന്ന് അവരും നിങ്ങൾക്കൊപ്പം ചേർന്ന് കുറവുകളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുവാനായി തുടങ്ങും. അങ്ങനെ ഇയ്യോബ് പ്രാർത്ഥിക്കുമ്പോഴും ഇയ്യോബിൻ്റെ മനസ്സിലുള്ളത് ഇതാണ്, ഇങ്ങനെ ഈ ദുഷ്ടലോകത്തിൽ എൻ്റെ മക്കളായിരിക്കുന്നു, വഷളന്മാരാണ് ലോകം മുഴുവൻ, അവന്മാരുടെ കൂട്ടത്തിൽ കൂടി എൻ്റെ മക്കൾ നശിച്ചു പോകുമോ, പെട്ടുപോകുമോ, വല്ലവരും വന്ന് എൻ്റെ മക്കളെ പിടിച്ചു കൊണ്ടുപോകുമോ? അങ്ങനെ ഭയപ്പെട്ടു. അതുതന്നെ സംഭവിച്ചു. കണക്കപ്പിള്ളമാർ, കടലിലെ സമ്പത്ത്, കരയിലെ സമ്പത്ത്, കാട്ടിലെ സമ്പത്ത്, അതേക്കുറിച്ച് പറയുമ്പോൾ സന്തോഷത്തോടെ കേൾക്കുമ്പോഴും ഇയ്യോബിൻ്റെ ഉള്ളിൽ ഒരു ഭയം. അയ്യോ, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ? ഇതൊക്കെ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്തവനായി ഞാൻ അറിയുന്ന ശേഷം പേരെ പോലെ ഞാൻ ആയിത്തീരുമോ? ഇയ്യോബ് ഭയപ്പെട്ടത് തന്നെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു. സുന്ദരിയായ ഭാര്യ അടുത്ത് വന്ന് അതേ തനിക്ക് വേണ്ട ആ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇയ്യോബ് ചിന്തിച്ചിരിക്കണം, ഇവളെന്നെ ഇട്ടിട്ടെങ്ങാനും പോവോ? പലരുടെയും ചിന്ത അതാണ്, ഇട്ടിട്ട് പോകുമോ? ഇപ്പോൾ ഒത്തിരി ഒരുക്കമൊക്കെ കൂടുതലാണ്, അതുകൊണ്ട് ഇട്ടിട്ട് പോകുമോ? അങ്ങനെ ഭയന്ന് ഇട്ടിട്ട് പോയില്ലെങ്കിലും ഇട്ടിട്ട് പോയിപ്പിക്കും. അങ്ങനെ ഇയ്യോബ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഭയന്നപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഭയം അത് വാതിലാണ്. പിശാചിന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എൻട്രി ആകുവാനുള്ള വാതിലാണ് ഭയം. എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങൾ ഭയപ്പെടുമ്പോൾ തിരിച്ചറിയുക, പിശാച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർവശക്തനായ ദൈവം യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ യോശുവയിലൂടെ തൻ്റെ ജനത്തോട് പറയുന്നത്, ഭയപ്പെടരുത്, ശ്രമിച്ചു നോക്കരുത്, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ നിങ്ങളോട് കൂടിയിരിക്കും. വലിയ വെല്ലുവിളിയാണ് അവർക്ക് മുമ്പിലുള്ളത്. പലതും അവർക്ക് കീഴടക്കേണ്ടതുണ്ട്, പലതും അവർക്ക് പ്രാപിച്ചെടുക്കേണ്ടതുണ്ട്. പ്രാപിച്ചെടുക്കേണ്ട സമയത്ത് ഭയപ്പെടരുത്, ഉറച്ചു നിൽപ്പിൻ. ഭയപ്പെട്ടാൽ ഞാൻ പോകും, പിശാച് വരും, കള്ളൻ വരും, പിശാച് വരും. അപ്പോൾ എന്തു ചെയ്യണം? ഭയപ്പെടരുത്. സാഹചര്യങ്ങളെ കണ്ട് ഭയപ്പെടരുത്. പിന്നെയും ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ പുസ്തകം തന്നെ 17-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേലിയരും കേട്ടപ്പോൾ ഭ്രമിച്ചു ഏറ്റവും ഭയപ്പെട്ടു. നോക്കൂ, ഒരു രാജാവിൻ്റെ പടയാളികളും കിങ്കരന്മാരും ജനങ്ങളും എല്ലാം ഒരു ഫെലിസ്ത്യ മല്ലന്റെ വാക്കുകൾ കേട്ട് യുദ്ധമുഖത്ത് ഭയപ്പെടുകയാണ്. അവിടെ യുദ്ധം നടക്കുവാൻ പോവുകയാണ്. ഫെലിസ്ത്യരും ഇസ്രായേലിയരും തമ്മിലുള്ള യുദ്ധം നടക്കുവാൻ പോകുന്നു. ഒരു വശത്ത് ഇസ്രായേലിന്റെ രാജാവുണ്ട്, കിങ്കരന്മാരുണ്ട്, തടിമെടുപ്പുള്ള പടയാളികളുണ്ട്, അതിനെക്കാളുപരി അവർക്കൊപ്പം ദൈവമുണ്ട്. ഇസ്രായേലിനൊപ്പം, ദൈവത്തിന്റെ ജനത്തിനൊപ്പം ദൈവമുണ്ട്. ഇപ്പുറത്ത് രാജാവുണ്ട്, കിങ്കരന്മാരുണ്ട്, അവർക്കൊപ്പം ഒരു രാക്ഷസനുണ്ട്, അവന്റെ പേർ ഗോലിയാത്ത് വന്നിട്ട് വെല്ലുവിളിക്കുന്നു. ജനം ഭയപ്പെട്ടു പോകുന്നു. ഫലമോ അവർ ഒളിച്ചിരിക്കേണ്ടി വരുന്നു. രാജാവ് ഒളിച്ചിരിക്കേണ്ടി വരുന്നു. നാണം കെട്ട ജീവിതം, അപമാനം, നിന്ന. ഭയപ്പെട്ടപ്പോൾ എന്താ സംഭവിക്കുന്നത്? അപമാനിക്കപ്പെടുന്നു, നിന്ദിക്കപ്പെടുന്നു. 40 ദിവസമായി തല പുറത്ത് കാണിക്കുവാൻ കഴിയാതെ പമ്മിയിരിക്കുന്നു. തൻ്റെ ജനങ്ങളുടെ അടുക്കൽ തല കാണിക്കുവാൻ കഴിയാതെ രാജാവിൻ്റെ അടുക്കൽ കടന്നു പോകുവാൻ കഴിയാതെ പടയാളി അങ്ങനെ തന്നെ വല്ലാത്തൊരു
വട്ടം പിടിച്ച അവസ്ഥയാണ്. അവിടേക്ക് ദാവീദ് കടന്നു വരികയാണ്. ദാവീദ് കടന്നു വരുമ്പോൾ ഇതേ ഭയപ്പെടുത്തുന്ന വാക്കുകളുമായി ഗോലിയാത്ത് കടന്നു വരുന്നു. അപ്പോൾ ദാവീദിന്റെ പ്രതികരണം എന്താണ്? ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, അതായത് 17:45, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഗോലിയാത്തെ, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഇന്ന് ഞാൻ ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടെടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനെ എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ഒളിക്കാൻ ഓടിയില്ല, പിന്നെ പടയ്ക്ക് നേരെ ഓടി, ഗോലിയാത്തിന് നേരെ ഓടി. ഫലം എന്താണ്? ഗോലിയാത്ത് വീണു. ദാവീദിന്റെ കയ്യിലിരുന്ന കല്ലും കവണയും ഗോലിയാത്തിനെ വീഴ്ത്തി. ദൈവം അവനെ ദാവീദിന് മുമ്പിൽ നിലംപരിചാക്കി കൊടുത്തു. അതേ പ്രിയരെ, നിങ്ങൾ ഭയപ്പെട്ട് പിന്മാറരുത്, ഭയപ്പെട്ട് ഓടരുത്. ശത്രുവിനെ കണ്ട്, പ്രതികൂലങ്ങൾ കണ്ട്, സാഹചര്യങ്ങൾ കണ്ട് നിങ്ങളുടെ മുമ്പിൽ വെല്ലുവിളി ഉയർത്തി നിൽക്കുന്ന ആ സാഹചര്യങ്ങൾ ഒത്തിരി പേരെ തകർത്തിട്ടുള്ളതായിരിക്കാം, ഒത്തിരി പേരുടെ ജീവിതത്തിൽ വലിയ വെല്ലുവിളികൾ ഉയർത്തിയിട്ടുള്ളതായിരിക്കാം. എങ്കിലും ആ പ്രശ്നങ്ങൾക്ക് നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. സഹോദര സഹോദരി, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല, നിങ്ങളോടുകൂടെ ദൈവമുണ്ട്. മുൻപോട്ട് പോകുവാൻ തയ്യാറാണോ? സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിനെ തകർത്ത് കളയുവാൻ ആ പന്ന പിശാചിനും അവന്റെ പിണിയാളുകൾക്കും കഴിയത്തില്ല. നിന്റെ ഭർത്താവിന്റെ അമ്മ വിചാരിച്ചാൽ, അപ്പം വിചാരിച്ചാൽ, സഹോദരങ്ങൾ വിചാരിച്ചാൽ, നാട്ടുകാർ വിചാരിച്ചാൽ, നിന്റെ പഴയ കൂട്ടുകാരൻ വിചാരിച്ചാൽ, കൂട്ടുകാരികൾ വിചാരിച്ചാൽ കഴിയത്തില്ല, കഴിയത്തില്ല, കഴിയത്തില്ല. കാരണം നിന്നോടുകൂടെ ദൈവമുണ്ട്. സൈന്യങ്ങളുടെ യഹോവയായ ദൈവം നിന്നോടുകൂടെ. നിനക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. മാതാവേ, പിതാവേ, നിന്റെ തലമുറകൾക്ക് വേണ്ടി അവൻ യുദ്ധം ചെയ്യും. മുൻപോട്ട് പോകുക, ഭയന്ന് പിന്മാറി പോകരുതേ. അയ്യോ തകർന്നു, അയ്യോ നശിപ്പിച്ചു പറഞ്ഞ് കരയരുതേ. മുൻപോട്ട് പോകുക, മുൻപോട്ട് പോകുക. ആ ശത്രു പരാജയപ്പെടും. നിന്നെ രോഗിയാക്കുന്ന ആ ശത്രു പരാജയപ്പെടും. കടക്കാരിയാക്കി, നിന്നയാക്കി, തലകുനിപ്പിക്കുന്ന ആ പിശാച്, സഹോദര സഹോദരി, നിനക്ക് മുമ്പ് പരാജയപ്പെടും. തളർന്ന് പിന്മാറി പോകരുത്, മുൻപോട്ട്. ഭയന്നവർ ഒളിച്ചു, ധൈര്യമുള്ളവൻ മുൻപോട്ട് പോയി. ദൈവം ശത്രുവിനെ അവന്റെ മുൻപിൽ വീഴ്ത്തി. അത് തന്നെയാണ് ആ വാക്യത്തിന്റെ പ്രസക്തി. നോക്കിയേ, ഇയ്യോബ് പറയുകയാണ്, ഞാൻ കാണും, എൻ്റെ ദൈവത്തെ കാണും. ഞാൻ എൻ്റെ ദൈവത്തെ കാണുമ്പോൾ ഞാൻ ഭയന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം എൻ്റെ ജീവിതത്തിൽ തിരികെ വരും. ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, ആ മകനെ പിടിച്ചിരുത്തി പ്രാർത്ഥിച്ചിട്ട് പറയേ, ദൈവമേ, എൻ്റെ കണ്ണുകൊണ്ട്, എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് എൻ്റെ മകൻ കഴിഞ്ഞ നാളുകളിലെ പോലെ ഒരു ശിശുവിനെ പോലെ നിർമ്മലതയോടെ അവൻ്റെ ചുണ്ടും ചിറിയും കൊണ്ട് വീട്ടിനകത്ത് വരുന്നത് ഞാൻ കാണും. ഈ ലഹരി ഉപയോഗിക്കാതെ അവൻ വരുന്നത് ഞാൻ കാണും. മാതാവേ, നീ പ്രാർത്ഥിക്കുമെങ്കിൽ നിന്റെ കണ്ണുകൊണ്ട് അങ്ങനെ നിന്റെ ഭവനത്തിനകത്തേക്ക് വരുന്ന മകനെ കാണും. ഓ താങ്ക് ഗോഡ്. ആ മാതാവ് സന്തോഷത്തോടെ പറഞ്ഞു, ദൈവദാസ, എനിക്ക് വിശ്വാസമുണ്ട്, ഇയ്യോബിന്റെ ജീവിതത്തിൽ അവന് നഷ്ടപ്പെട്ടതിനൊക്കെ ഇരട്ടിയായി തിരികെ നൽകിയ ദൈവം എൻ്റെ തലമുറയെ സന്തോഷത്തോടെ പിന്നെയും നല്ല അതെ നിർമ്മലനായ മകനാക്കി അവൻ എനിക്ക് തിരികെ തരും. മാതാവേ, നിന്റെ മകനെ നിർമ്മലനായ, ആ കാവട്യമില്ലാത്ത, മോശം സ്വഭാവമില്ലാത്ത, അഴുക്കാടുന്ന സ്വഭാവമില്ലാത്ത മകനാക്കി, മദ്യപിച്ച് ഉടുതുണി പോലും നേരെ ഉടുക്കുവാൻ കഴിയാതെ ഇന്നായിരിക്കുന്ന ആ മകനെ നീ ആഗ്രഹിക്കുന്നത് പോലെ ഭയഭക്തി ബഹുമാനത്തോടെ നിന്നെ നോക്കുന്ന മകനാക്കി നിനക്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. പ്രാർത്ഥിക്കേ, അപ്പാ, എൻ്റെ കണ്ണുകൊണ്ട് എൻ്റെ തലമുറ സന്തോഷത്തോടെ എനിക്കൊപ്പം ഇരിക്കുന്നത് ഞാൻ കാണും. അവൻ എനിക്കൊപ്പം ഇരുന്ന് ആഹാരം കഴിക്കുന്നത്, അവൾ എനിക്കൊപ്പം ഈ ഹാളിനകത്ത് ഇരിക്കുന്നില്ല. നിന്റെ മകളാ ഹാളിനകത്ത് ഇരിക്കുന്നില്ല, ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുക. ഓ സ്തോത്രം. ഓ ആമേൻ, ആമേൻ, ആമേൻ. നീ ഭയപ്പെടരുതേ. നീ ഭയപ്പെടുന്നത് സംഭവിക്കും, അതുകൊണ്ട് ഭയപ്പെടരുതേ. പ്രാർത്ഥിക്ക്. നിനക്കൊപ്പം അടുക്കളയിൽ അവൾ സഹായിക്കുവാൻ വരിക. യേശുവിൻ നാമത്തിൽ ആ മുറിക്കകത്തുനിന്ന് നിന്റെ തലമുറ പുറത്തിറങ്ങുവാൻ പോകുക. ആ മോശം കൂട്ടുകെട്ടുകളിൽ നിന്ന് നിനക്കറിയാം അവളുടെ ജീവിതം തകർന്നു പോകും, അവളുടെ ഭാവി തകർന്നു പോകും. ആ ബന്ധത്തിൽ നിന്ന് അവൾ പുറത്തു വരുവാൻ പോകുക. നീ നിന്റെ കണ്ണുകൊണ്ട് അത് കാണുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ഓ, നിന്റെ തലമുറകൾ ദേശത്തിൽ അനുഗ്രഹിക്കപ്പെടുന്നത് നീ കാണുവാൻ പോകുക. ഓ, വിളിച്ചു പറയും, അപ്പാ, എൻ്റെ കണ്ണുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ തലമുറകളെ ഞാൻ കാണും. ആ ജോലിക്കാരെ അവരെ ഞാൻ കാണും. ഓ, ശമ്പളം വാങ്ങി വരുന്ന അവരെ ഞാൻ കാണും. എനിക്ക് സാരിയുമായി വരുന്ന അവരെ ഞാൻ കാണും. യേശുവിൻ നാമത്തിൽ സഹോദര പ്രാർത്ഥിക്കേ. എൻ്റെ മക്കൾ എനിക്കൊപ്പം ചേർന്ന് എൻ്റെ ബാധ്യതകൾ തീർക്കുവാൻ സപ്പോർട്ട് ചെയ്യുന്ന ആ നല്ല ദിവസം ഞാൻ കാണും. അതേ, എൻ്റെ തോളോട് തോൾ ചേർന്ന് അവർ നിൽക്കുന്ന നല്ല ദിവസം കാണും. അവർ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത് ഞാൻ കാണും, കടന്നു വരുന്നത് ഞാൻ കാണും. രാജ്യങ്ങളിൽ അവർക്ക് വേണ്ടി
ഒരുക്കപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നത് ഞാൻ കാണും. യേശുവിൻ നാമത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി യോബിന്റെ ജീവിതത്തിൽ യോബ് ദൈവത്തെ കണ്ടു, എല്ലാം തിരികെ കിട്ടി. ഭയന്ന് നഷ്ടപ്പെട്ടു പോയതെല്ലാം യോബിന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. 42-ാം അധ്യായം 10 മുതൽ താഴേക്ക് നിങ്ങൾ വായിച്ചു നോക്കുക. അതെ, യോബ് തന്റെ വിശ്വാസത്തെ പ്രഖ്യാപിച്ചു. ഭയന്ന് നഷ്ടപ്പെട്ടു പോയത് അവന്റെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ആ ജോലി സ്ഥലത്ത് ഭയപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ പലതും നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരുവാൻ പോകുക. പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? വിളിച്ചു പറയേ, എന്റെ കണ്ണുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് കൈവീട്ട് വാങ്ങുന്ന ശമ്പളം ഞാൻ കാണും. ഓ റാഷി കറാത്തെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, ആ സ്ഥാപനത്തിൽ നിന്ന് നീ കൈനീട്ടി വാങ്ങും. നിന്റെ കണ്ണത് കാണും, നിന്റെ സ്വന്തം കണ്ണത് കാണും. സഹോദരി, നിന്റെ ഭർത്താവ് അയച്ചു തരുന്ന ആ ക്യാഷിന്റെ റെസിപ്റ്റ് മൊബൈലിൽ വരുന്നത് നീ കാണും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ നീ അവിടെ ജോലിക്കാരനായി തുടരും. നിന്റെ ഭർത്താവ് അവിടെ ജോലിക്കാരനായി തുടരും. ഓ സ്തോത്രം. നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നത് നീ കാണും. സഹോദരി, നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നത് നീ കാണും. സഹോദരൻ, നിന്റെ ഭാര്യ മടങ്ങി വരുന്നത്, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കുന്നത് ദേശം കാണും. നിന്റെ ഭാര്യ മടങ്ങി വരുമ്പോൾ, നിന്റെ ഭർത്താവ് മടങ്ങി വരുമ്പോൾ ദേശം കാണില്ല എന്ന് വിചാരിച്ച ചിലത് കാണുവാൻ പോകുക. ആമേൻ. നീ ആരോഗ്യത്തോടെ എഴുന്നു നടക്കുമ്പോൾ, സ്തോത്രം, യേശുവിൻ നാമത്തിൽ നീ ആരോഗ്യത്തോടെ എഴുന്നു നടക്കുന്നത് ദേശം കാണും. നിന്റെ കണ്ണ് ആരോഗ്യമുള്ള, ഇന്ന് ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന, നശിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവയവങ്ങളെ കാണുവാൻ പോകുക. അവയവങ്ങളെ കരം വെച്ച് പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. യെസ്, താങ്ക് യു ലോർഡ്. ആമേൻ, ആമേൻ. സൗഖ്യമാകാ. ആമേൻ. കർത്താവ് ചിലരെ സൗഖ്യമാക്കിയ, ദ്രവിച്ചു പോയ ആ അവയവങ്ങളിൽ അപ്പൻ സൗഖ്യമാക്കിയ. ഓ ജീവൻ വ്യാപരിക്കുക. ആമേൻ, ആമേൻ. സൗഖ്യം വ്യാപരിക്കുക. നിന്റെ സ്ഥാപനം ലാഭത്തിലാകുന്നത് നീ കാണും. ആമേൻ, ആമേൻ. ആ സ്ഥാപനത്തിന്റെ പരസ്യം ഉയരുന്നത്, ജപ്തി നോട്ടീസ് അല്ല, പരസ്യം കാണാൻ പോകുക. നീ കടക്കാരായി തലകുനിച്ച അതേ സ്ഥാനത്ത് നിന്റെ സ്ഥാപനം അനുഗ്രഹിക്കപ്പെടുന്നത് ഒത്തിരി പേർ കാണും. നീ ആ സന്തോഷം അനുഭവിക്കും. അത് യോബിനെ പോലെ വിളിച്ചു പറയും, ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് ദൈവത്തെ കാണും. ഇന്നത്തെ തകർച്ചയിൽ നീ ദൈവത്തെ കാണും, ദൈവം ആ തകർച്ചയെ പണിയും. ഇന്നത്തെ നഷ്ടത്തിന് മധ്യത്തിൽ നീ ദൈവത്തെ കാണും, ദൈവം ആ തകർച്ചയെ പണിയും. അപ്പോൾ ഭയന്നു പോയി പലതും നഷ്ടപ്പെട്ടു പോയി, ഭയന്നു പോയി പലതും നഷ്ടപ്പെട്ടു പോയി. എങ്ങനെ തിരികെ പിടിക്കാം? വിശ്വാസത്താൽ വിളിച്ചു പറയണം, ഞാൻ കാണും. എന്നിൽ നിന്ന് ശത്രു കവർന്നെടുത്തതെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് തിരികെ വരും. ശത്രു അടച്ചു വച്ചിരിക്കുന്ന നന്മകൾ തുറന്നു വരും. ഞാനത് കാണും. ആമേൻ. ഓ സ്തോത്രം. വിളിച്ചു പറയേ, പ്രാർത്ഥിക്കേ. ആ സഹോദരിയും മകനും അവൻ്റെ അപ്പനോടെല്ലാം ആ കുഞ്ഞ് പറഞ്ഞു. സന്തോഷത്തോടെ വിളിക്കും. ഇന്ന് പ്രൈസർ ഫാമിലിക്ക് വേണ്ടി കൈത്താങ്ങുന്ന അനേക കുടുംബങ്ങളിലൊരു കുടുംബമാണ്. ആ മകൻ മാറി. ഇന്ന് ആ നിഷ്കളങ്കതയോടെ, അതാണ് നിഷ്കളങ്കതയോടെ ആ മകൻ ആ അമ്മയ്ക്കൊപ്പമുണ്ട്. ഓ സ്തോത്രം. ആ അപ്പനൊപ്പമുണ്ട്. നിങ്ങളുടെ തലമുറകൾ നിങ്ങൾക്കൊപ്പം കാണും. നിങ്ങളുടെ നന്മകൾ നിങ്ങൾക്കൊപ്പം കാണും. ഭയന്ന് നഷ്ടപ്പെടുത്തി കളയരുതേ. പ്രാർത്ഥിക്കുക. കർത്താവ് ഭയത്തിൽ നഷ്ടപ്പെട്ടു പോയതിന് കൂടെ തിരികെ തരും. നഷ്ടപ്പെടുത്തുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ ഭയമെന്ന വാതിൽ കൊട്ടിയടയ്ക്ക് പോ പന്ന പിശാചേ എന്ന് വിളിച്ചു പറയും. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിച്ചു പ്രാപിക്കുന്നവരായി നിങ്ങൾ മാറട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അറിയുന്ന ഒത്തിരി പേരിലേക്ക് മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും എന്ന് കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അപ്പാ, വല്ലാതെ തളർന്ന് പലതും നഷ്ടപ്പെട്ടു പോയി. ഞാൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു. എനിക്കറിയാമായിരുന്നു ഇത് തന്നെ സംഭവിക്കും. അങ്ങനെ കരുതി ഭാരപ്പെട്ട് നിരാശയോടെ ആയിരിക്കുന്നവർ, നഷ്ടപ്പെട്ടത് ഇന്ന് തിരികെ വരട്ടെ. നഷ്ടപ്പെട്ട ജോലി തിരികെ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആ നഷ്ടങ്ങളെല്ലാം ഇരട്ടിയായി യേശുവിൻ നാമത്തിൽ തിരികെ വരട്ടെ. അപ്പാ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പുതിയ ജോലികൾ ഇവർക്ക് ലഭിക്കട്ടെ. കൈ നിറയെ വാങ്ങുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ. ജോലി സ്ഥലത്ത് ഇവർക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ. രോഗികളായി ഭാരപ്പെടുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നപ്പാ, ഇന്നങ്ങ് പ്രാർത്ഥന കേട്ട് മറുപടി നൽകണമേ. ദ്രവിച്ചു തുടങ്ങിയ അവയവങ്ങളിൽ ജീവനുണ്ടാകട്ടെ. വർഷങ്ങളായി പ്രവർത്തിക്കാതിരിക്കുന്ന അവയവങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങട്ടെ. യെസ്. ഹാർട്ട് ബീറ്റ് നോർമൽ ആകട്ടെ. യെസ്. പാൻക്രിയാസിലെ ചില രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയുടെ ഒരു സൈഡിൽ വേദന എടുത്ത് പലതും ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചെയ്യുവാൻ കഴിയാതെ വേദന കൊണ്ട് ഭാരപ്പെടുന്ന സഹോദരി പ്രാർത്ഥിക്കുക. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കുക. രോഗമുള്ള ഭാഗങ്ങൾ കരങ്ങളെ വെച്ച് പ്രാർത്ഥിക്കുക. സൗഖ്യം വ്യാപരിക്കുക. ഓ താങ്ക് ഗോഡ്. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് മദ്യപാന വിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകുക. റിസൾട്ട് ഉണ്ടാകുക. പരീക്ഷകൾ എഴുതി റിസൾട്ട് ഉണ്ടാകുക. ആ
പഠനം പകുതി വഴിയിൽ മുറിഞ്ഞു പോയ പൂർത്തീകരണം ഉണ്ടാകുക. ഓ താങ്ക് യു ലോർഡ്. റിസൾട്ടുകൾ ഉണ്ടായി. അഡ്മിഷനുകൾ ലഭിക്കുക, വഴികൾ തുറക്കപ്പെടുക, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുക, ഭാര്യ മടങ്ങി വരിക, ഭർത്താവ് മടങ്ങി വരിക. പ്രാർത്ഥിക്കുക സഹോദര, എല്ലാ ബാധ്യതയും അപ്പാ കടക്കാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കണമേ കർത്താവേ. എല്ലാ കടങ്ങളും മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ, ജപ്തി നോട്ടീസുകൾ മാറട്ടെ, കൊടുത്തു തീർക്കുവാൻ തക്കോണം ഇവർക്ക് മുൻപിൽ വഴികൾ തുറക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ ചെയ്തവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ, കച്ചവട സ്ഥാപനങ്ങൾ അനുഗ്രഹമായി തീരട്ടെ. വിദേശത്ത് ബാധിക്കപ്പെട്ടായിരിക്കുന്നവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. അപ്പാ അങ്ങ് സന്ദർശിക്കണമേ, വഴി തുറക്കണമേ കർത്താവേ. ഇവർ അങ്ങയെ കാണട്ടെ, കണ്ട് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പ്രാപിക്കട്ടെ. ജോലി സംബന്ധമായുള്ള വെല്ലുവിളികൾ മാറിപ്പോകട്ടെ, വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ. ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. മനോഹരമായ ഭവനങ്ങളെ നൽകണമേ കർത്താവ്. വസ്തു കച്ചവടങ്ങൾ നടക്കട്ടെ, വിൽപ്പനകൾ നടക്കട്ടെ, വാങ്ങലുകൾ നടക്കട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. ആമേൻ ആമേൻ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭയന്ന് നഷ്ടപ്പെടുത്തിയതെല്ലാം ഇവർ തിരികെ പ്രാപിക്കട്ടെ. അപ്പാ അങ്ങ് കൂടിയിരിക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമാക്കി പരിപാലിക്കും, വലിയ സാക്ഷ്യത്തിനായിരിക്കും. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നാം ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.